ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തായ്ലാൻഡിലെ ഒരു ഫസ്റ്റ് ഡേ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആട്ടോ, അതായത് അവിടുത്തെ സെക്കൻഡ് ഡേ. പക്ഷേ ഈ വീഡിയോയുടെ കുറച്ച് താമസിച്ചു, ഒരാഴ്ച കഴിഞ്ഞു. ഇടയിൽ ചെറിയൊരു നമ്മൾ വേറൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു ഡിലേ വന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ RPM എന്ന് പറയുന്ന ടീമിൻ്റെ ഒപ്പം നമ്മൾ ഇന്നത്തെ ഫിഫി ഐലൻഡിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ചെറിയൊരു ക്ലാസ്സും നമുക്കിന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് അവർ 2 ഗ്രൂപ്പായിട്ട്, ഒത്തിരി പേരുണ്ടായിരുന്നു, അതിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൽ നമ്മളുടെ കയ്യിൽ ഓരോ ബാൻഡുണ്ട്. അതായത് ഗ്രീൻ കളർ ബാൻഡും ബ്ലാക്ക് കളറും. അതിൽ ഗ്രീൻ കളർ കിട്ടിയവരെല്ലാവരും ഒരു ടീം, ബ്ലാക്ക് വേറെ ടീം. അങ്ങനെ 2 ബോട്ടിൽ ആയിട്ടാണ് നമ്മളിവർ കൊണ്ടുപോയിരുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് അവരുടെ ഇൻട്രൊഡക്ഷനും ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ നേരെ ബോട്ടിലേക്ക് കയറ്റി. പിന്നെ ഇവിടുന്ന് ഒരു ആദ്യം തന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫിഫി ഐലൻഡ് ആയിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തന്നെ ഏതാണ്ട് 1.5 മണിക്കൂർ നമ്മൾ ബോട്ടിൽ ട്രാവൽ ചെയ്യണം. ബോട്ടിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ബോട്ടിംഗ് എന്ന് പറയുമ്പം അത്യാവശ്യം സ്ലോ ആയിട്ടില്ല, അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്പീഡ് ബോട്ടിൽ തന്നെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും കേട്ടോ. അങ്ങനെ അതും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഗൈഡ്സ് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്ര മണിക്ക് തിരിച്ച് വരണം എന്നുള്ള അവരവിടെ എഴുതി കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിഫി ഐലൻഡിലെത്തി. അവിടെ എത്തിക്കഴിയുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം വേണമെന്നാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഓരോ ഇതുണ്ട്. അതിന് വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ അവർ കുറേ ചെയറും ടേബിളും എല്ലാം ഈ ഇതിൻ്റെ സൈഡിലിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എവിടെയാണോ കയറിയിരിക്കുന്നത് അത് ഒരു പർട്ടിക്കുലർ കടയുടെ ആയിരിക്കും ഒരു 3-4 ചെയർ. നമുക്ക് അവിടെ ഒരു 2 പേര് കൂടുതലുണ്ട്, അപ്പുറത്തെ ചെയർ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ അവരത് സമ്മതിക്കില്ല. കാരണം മേ ബി അത് വേറൊരു ആളുടെ ആയിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് അതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചെടുത്ത് പോകും. അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മളൊരു ജ്യൂസും അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ചായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിയുമ്പം നമുക്ക് അവിടുന്ന് സെപ്പറേറ്റ് വേറൊരു ബോട്ടിൽ കയറി പോകാൻ പറ്റും. പിന്നെ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചയായത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം ശരിക്കും കുറേ പക്ഷികളും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വ്യൂ. പിന്നെ അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ബോട്ടിൽ കയറി പോകാൻ പറ്റും. സ്പീഡ് ബോട്ടല്ല, സാധാരണ നമ്മുടെ തോണി പോലത്തെ ഒരു വള്ളത്തിൽ കയറിയിട്ട് നമ്മളെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും. അത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ പോയാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെന്ന് അവരത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ അത്യാവശ്യം സ്വിം ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജെയിംസ് വെള്ളത്തിലിറങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് ഈ നീന്തലൊന്നും അറിയത്തുന്നില്ല. അതുമല്ല, അത്യാവശ്യം നമ്മുടെ കഴുത്തൊപ്പൊക്കെ വെള്ളമുണ്ട്, എങ്ങാനും മുങ്ങിപ്പോവോ. പിന്നെ അവിടെ കോറലും പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ പാറയൊക്കെ കുറച്ച് സ്ലിപ്പറിയൊക്കെ, അപ്പോൾ അത്ര അറിയില്ലാത്തവർ ഇറങ്ങണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ വരുന്നത്, പക്ഷേ ഞാൻ അതിനൊന്നും നിന്നില്ല. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. നല്ല കിട്ടില്ലൻ വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂവിന് വേണ്ടി മാത്രം നമുക്ക് ആ സ്ഥലത്ത് പോകാം കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ തന്നെ അതിൻ്റെ അടിഭാഗം കാണാം. അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, നല്ല ഭംഗിയുള്ളൊരു ഐലൻഡ്. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ നേരെ തിരിച്ച് നമ്മളുടെ ബോട്ടിലേക്ക് തന്നെ അവർ നമ്മളെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ലഞ്ചിന് വേണ്ടി പോയത്. ലഞ്ചിന് വേണ്ടി അവരിതുപോലെ വേറൊരു ഐലൻഡ്, ഇത് ഒരുപാട് ഐലൻഡ് ഉള്ളൊരു സ്ഥലമാണ്. അതിൽ ഒരു ഐലൻഡിലാണ് ഇതാണ് നമ്മൾ പോയിരുന്ന ബോട്ട് കേട്ടോ. അങ്ങനെ അവിടെ ലഞ്ചിന് പോയി, അതും കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്നോർക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് ഞാൻ ഇറങ്ങിയൊന്നുമില്ല, പക്ഷേ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇതുപോലെ നമുക്ക് മീനുകളെ കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി പേര് അവിടെ സ്നോർക്ലിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഡൈവ് ചെയ്യാൻ അവർ വേറെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ പ്ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഡൈവ് ചെയ്യാൻ പോയില്ല. പിന്നെ വേറെ ആൾക്കാരുടെ അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്തത് ഇതെന്ന് പറയുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡാണ്. എന്ന് വെച്ചാൽ ഒത്തിരി ഹോളിവുഡ് മൂവീസും
കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഐലൻഡാണ് ഇതിന് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറേ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു പാത്ത് അവർ കെട്ടിയിട്ടേക്കുക. അവിടുത്തെ മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്നാണെന്നറിയാവോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ്. അത് ഭയങ്കര നീറ്റാണ്. അത് അവിടെ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഈ പാത്ത് നമ്മളിങ്ങനെ പോയി കുറേ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇന്നൊരു ഐലൻഡിലേക്ക്, ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അധികം നമ്മുടെ ഈ ടൂറിസ്റ്റ് വാനോ ബോട്ടോ കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല. അതുമല്ല ആ വെള്ളത്തിൻ്റെ അകത്തോട്ടും നമ്മളെ ഇറക്കി വിടൂല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അതിൻ്റെ തീരത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നേരം വിശ്രമിക്കുവോ എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ ആ വെള്ളത്തിലൊന്ന് കാലിടാൻ പോലും അവർ സമ്മതിക്കില്ല. അത്രയും ക്ലിയർ വാട്ടറുമാണ്. അത് മെയിനായിട്ട് അവർ പറയുന്നത് ഇവിടെയെല്ലാം കോറൽ ഒരുപാട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ. അപ്പം അതുകൂടാണ്ട് ഒത്തിരി മത്സ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതെല്ലാം നശിച്ചു പോകും, ആൾക്കാർ അതിലേക്ക് ഇടപെട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും. അതിനു വേണ്ടിയിട്ടാണ് അവർ ആൾക്കാരെ ഇറക്കാത്തത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്കൊരു കുഞ്ഞി ടെമ്പിളും അല്ല, നമ്മൾ ഈ അവർ പൂജ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരിക്കുന്ന വഴിക്കായിരുന്നു അവർ ഡൈവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ. ഇതിപ്പോൾ കണ്ടറിയാം, ബോട്ടിൻ്റെ മേലെ കണ്ടൊരു സംഭവം, അത് താഴേക്ക് വെച്ച് തരും. എന്നിട്ട് നമുക്ക് ഡൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൂടെ ഇങ്ങനെ ഊർന്നു പോകാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ അവർ വാട്ടർ മെലോണും പൈനാപ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം ജെയിംസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ റൂമിലെത്തിയിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേ. നെക്സ്റ്റ് ഡേ ആയിട്ട് ഉടനെ വരാവേ.